യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. താൻ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ഇതേ റോഡിലിറങ്ങി നിന്നാ മതി. സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തികേടായി കിടക്കണോ? വൃത്തികേടാക്കി. സ്റ്റേഷനിൽ ക്യാബറേ, സിംഗിൾ ക്യാബറ അല്ല, ഗ്രൂപ്പാ. 8 പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ ഇന്ന് എന്ത് പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യൊന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരെന്ന പാന്റ് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കണേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പോലീസ് സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കുത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറി ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. Come in. Good evening, Mr. Umesh. Oh, very nice place. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ച ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവും ഒക്കെ വലിയ രസമാണ്, പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്നത്? ഹേയ്, ഒന്നിനുമല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് കരുതി ആരുടെയും തലയിലെല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ടാൻ ശ്രമിക്കാൻ. അതെന്റെ അടുത്ത് വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. പറ്റില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്കെടുക്കാതെ ഞാൻ ഇന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുന്നത് സഭയിലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരൻ എന്ന പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല എത്രേ. അതിന് ഞാനെന്ത് വെച്ചു? ഞാൻ ആരെപ്പോൾ നാട്ടുകാരെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്. സെറീനയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നതും ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ 2 കുഞ്ഞുങ്ങളാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട, എന്നേക്കുമേ മുറിഞ്ഞുപോയ ആ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ അവൻ ഇവിടെ തന്നെ വളർന്നത്. ഇവിടെ നിന്ന് മാറി താമസിക്കും. സെറീനയോടുള്ള വാശിയില്ല. പക്ഷേ ഇതതുപോലല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്യാണ പന്തലിൽ പപ്പനെത്തും. ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ, അതിനൊരു കാര്യം, കല്യാണത്തിന് മിസ്റ്റർ ദേവദാസ് തീർച്ചയായും വരണം. എഴുതിയോ? ആപ്പിൾ. അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ? താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്?
അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇത് എന്റെ തന്നെയാ. കുറച്ച് ദിവസം ഊരി വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്കാ. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ, പോലീസുകാർ പിടിച്ചോണ്ട് പോകും. വേഗം ഊരി വേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ട? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാതാരായി പോകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ. ഇനി ഞാൻ ഒരു കുഴപ്പത്തിലും ചാടില്ല. അയ്യോ സോറി, താൻ ഇവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പോഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ? വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി. കോട്ടൺ, പ്ലാന്റ്. മോളെ, ദാ മൂക്കുള്ള പാവ. മോള് കാണിച്ചേ എന്ത് പാവ വേണ്ടെന്ന്. ഒന്ന് നോക്കിക്കേ. കണ്ടോ? അയ്യേ, ഇതൊരു കൊടവയറൻ. എനിക്ക് വേണ്ടിയത് ആനക്കുട്ടിയുടെ പാവയാ. അയ്യോ, ആനയാണോ മോള് കാണിച്ചേ? തൽക്കാലത്തേക്ക് ആനക്കുട്ടിയെ നമുക്ക് പിന്നീട് വാങ്ങിക്കാം. മോളി സൂക്ഷിച്ചു വെച്ചേ. എന്താ ദാസേട്ടന്റെ ഉദ്ദേശം? എന്താ? ഇന്ന് ഈ വേഷത്തിലല്ലല്ലോ ഇവിടുന്ന് പോയത്. ഇത് ചുമ്മാ രസത്തിന്. രസിക്കലൂറെ കൂടുന്നുണ്ട്. ഇത് നല്ല സ്റ്റൈലൻ ഡ്രസ് അല്ലേ? ഇന്ന് എന്തായിരുന്നു സ്റ്റേഷനിൽ? സ്റ്റേഷനിൽ ഒന്നും ഉണ്ടായില്ല. പാട്ടും കൂത്തും ആയിരുന്നെന്ന് കേട്ടു. അതോ? അത് ഞാൻ എല്ലാം അറിഞ്ഞു. അതവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തല്ലേ. മാത്രമല്ല, നല്ല താളബോധമുള്ള കുറെ പെൺകുട്ടികളും പാട്ട് പാടുകയാണെങ്കിൽ അതുപോലെ നൃത്തം ചെയ്യാൻ അറിയാവുന്നവരടുത്ത് പാടണം. ദാസേട്ടൻ കള്ളം പറയാനും തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത ആളാ പാട്ടിനെ പറ്റി പറയുന്നത്. അല്ല, സത്യം പറയാലോ, ഇപ്പൊ എന്നെ പറ്റി എല്ലാവർക്കും ഒരു മതിപ്പൊക്കെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പപ്പന് തോറ്റിരിക്കുന്നു. 1000 വട്ടം കാണാൻ കൊതിയുണ്ട്. കാത്തിരിക്കുന്നു പപ്പന്റെ സെറീന.